ഒരു കാര്യമില്ലാതെ യുഞ്ചിനെ ജയിലിലാക്കി പിറ്റേന്ന് രാവിലെ തന്നെ മരുന്നൊക്കെ വെച്ച് കഫേയിലേക്ക് ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങോട്ടേക്ക് വരുന്ന കോവർക്കറും ബോസും അവളുടെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ മുറിഞ്ഞിരിക്കുന്ന കണ്ടിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ശരിക്കും എന്താ പറ്റിയ, കുറച്ച് ദിവസമായല്ലോ ഇത് തുടങ്ങിയിട്ട് എന്ന്. മടിച്ച് മടിച്ച് പറയുന്ന പോലെ തന്നെ ഒരാളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ നടന്നെയാണെന്ന് പറയുന്നു. പോലീസിന്റെ അടുത്ത് പറഞ്ഞോന്ന് ചോദിക്കുമ്പം പറഞ്ഞു, പക്ഷെ സ്റ്റോക്ക് ചെയ്യുന്ന ആള് അത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. യുഞ്ചിനും ഇവിടെ ഇല്ല, അവ മുത്തച്ഛനെ കാണാൻ വേണ്ടി പോയേക്കുക. അതുകൊണ്ട് ചെറിയൊരു പേടി. ഇത് കേൾക്കുന്ന ബോസിന് ഭയങ്കര ടെൻഷൻ. ഇനി മുതൽ അവളെ വീട്ടിൽ താൻ തന്നെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് പറയാ മാത്രമല്ല കൊണ്ടുവിടുന്നുണ്ട്. പോകുന്നതിന്റെ ഇടയ്ക്ക് അവക്ക് പെപ്പർ സ്പ്രേ കൊടുക്കുന്നു. ബോസ് ഒരു പ്രോ പ്ലെയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ ഒരു കരിയർ നശിക്കാൻ തന്നെ കാരണം ഫ്രണ്ടാണ്. എന്നിട്ട് പോലും ആ ഫ്രണ്ടിന്റെ അടുത്ത് ക്ഷമിച്ച് ആളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും അതിന് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോന്ന് അജൻ ചോദിക്കുന്നതിന്, റിഗ്രറ്റ് ചെയ്യാന്നുള്ളത് എന്റെ സ്റ്റൈലല്ല. എന്താണോ മനസാക്ഷി പറയുന്നത് അതങ്ങ് ചെയ്യും. പിന്നെ റിഗ്രറ്റ് ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. വളരെ നല്ല മനുഷ്യനാണെന്നും ജസ്റ്റിസിന്റെ പുറകെ നിൽക്കുന്ന ആളാണെന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ ശരിക്കും നല്ലൊരു മനുഷ്യനാണ്, ഈ ഒരു സ്വഭാവം ഒരിക്കലും മാറ്റരുത് എന്നുള്ള പറയുന്നുണ്ട്. തനിക്ക് നടന്നതിനൊന്നും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താത്തതും ഈവൻ അവരെ ഒന്ന് ഹേർട്ട് ചെയ്യണമെന്ന് പോലും വിചാരിക്കാത്ത ഒരു മനുഷ്യൻ. അത്ര നല്ല മനുഷ്യനാണല്ലോ എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ആ വിചാരം നമുക്ക് BP കൂട്ടും. ആജനെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നതും ബോസ് കാണുന്നത് ഒരു റൂഫ് ടോപ്പില് ചെറിയൊരു വീട്ടിൽ താമസിക്കുന്നതാണ്. അവള് എന്നല്ല, ഏത് പെണ്ണ് അവിടെ താമസിച്ചാലും സേഫ് അല്ല എന്നുള്ളത് ബോസിനറിയാം. മറ്റെന്തിനെക്കാട്ടും ഇമ്പോർട്ടന്റ് ആണല്ലോ സേഫ്റ്റി. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് അവളുടെ അടുത്ത് ഷോപ്പിന്റെ അടുത്തൊരു അപ്പാർട്ട്മെന്റ് നോക്കാൻ. അതിന് സെക്യൂരിറ്റി ഡിപ്പോസിറ്റ് പോലും കൊടുത്തോളാന്നും പറയുന്നുണ്ട്. ജസ്റ്റ് റെന്റ് മാത്രം അവള് കൊടുത്താൽ മതിയെന്ന്. പക്ഷെ അവക്ക് അതിനുള്ള ഉദ്ദേശമില്ല. ശരി എന്ന് പറഞ്ഞ് വീട്ടിൽ കയറാൻ നോക്കുന്ന സമയത്താണ് ഒരു പാഴ്സൽ വന്നതായിട്ട് ശ്രദ്ധിക്കുന്നത്. അത് തുറന്നു നോക്കുമ്പോൾ ഇവൾ അലറുന്നു. പോവാൻ നിന്ന ബോസ് പെട്ടെന്ന് പേടിച്ച് വന്ന് നോക്കുമ്പം ഒരു ചത്ത എലിയും ആ ബോക്സിലൊരു നോട്ടും ഉണ്ട്. അടുത്തത് നീയാണ് എന്ന്. അതുകൊണ്ട് രണ്ടുപേരും ഷോക്കായിട്ട് നിൽക്കുമ്പം ആ സ്റ്റോക്കർ അവിടുന്ന് പോകുന്നതായിട്ട് ശ്രദ്ധിച്ച് ആളുടെ പുറകെ പോകുന്ന സമയത്തും അവളുടെ അടുത്ത് അകത്ത് കയറി ലോക്ക് ചെയ്ത് സേഫ് ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ടാണ് ബോസ് പോകുന്നത്. ആജനുണ്ടോ കേൾക്കുന്നു, അവളല്ലേ ഏറ്റവും വലിയ സൈക്കോ. ബോസ് അവിടെ താഴെ പോയിട്ട് ആളെ കാണാണ്ട് തപ്പി തപ്പി നടക്കുവാണ്. ആ സ്റ്റോക്കറെ തപ്പി ഇങ്ങനെ ബോസ് ഭയങ്കര ആത്മാർത്ഥമായിട്ട് തപ്പുന്നതും കാര്യങ്ങളൊക്കെ ഹീറോയിൻ അവിടെ മേലെ നിന്നിട്ട് ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. പ്രിഡേറ്റർ ഇര പിടിക്കാൻ വേണ്ടിയൊക്കെ നോക്കുമല്ലോ, അതേ കണക്ക്. അല്ലെങ്കിൽ മൗസില് ഹീറോ ഒരുമാതിരി നോക്കൂല്ലേ വിക്ടിംസിനെ ഒക്കെ, അതേ കൂട്ടൊരു നോട്ടം. ബോസ് തിരിച്ചു വന്ന് നോക്കുമ്പം ഇവൾ അവിടെ തന്നെ നിൽക്കുവാണ്, അകത്ത് കയറാണ്ട്. നീ എന്ത് ഇവിടെ നിൽക്കുന്നത്, അകത്തിരിക്കാനല്ലേ പറഞ്ഞെന്ന് ചോദിക്കുന്നേന്, നിങ്ങളെ പുറത്തുള്ളപ്പം ഞാൻ എങ്ങനെ അങ്ങനെ അകത്തിരിക്കുവാന്ന് അവള്. ഇത്രയും നടന്നതിന് ശേഷവും അവളെ ഒറ്റയ്ക്ക് ഇവിടെ ആക്കിയിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. എവിടെയെങ്കിലും സേഫ് ആയിട്ട് കൊണ്ടുവിടാമെന്ന് പറയുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്, പേടിക്കണ്ട, പൊക്കോന്ന് പറഞ്ഞ് അവൾ അകത്തേക്ക് വന്നു. ബോസ് കാറിന്റെ അടുത്ത് വരെ പോകുന്നുണ്ട്. എന്നാൽ ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല. കാറിന്റെ ഉള്ളിൽ നിന്ന് ബേസ്ബോൾ ബാറ്റ് എടുക്കുന്നു. വീടിന്റെ പുറത്ത് ബാറ്റ് വെച്ചിട്ടുണ്ട്, അത് അകത്തെടുത്ത് വെച്ചോ, പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞ് ബോസിന്റെ അടുത്ത് നിന്ന് ഒരു മെസ്സേജും വരുന്നു. അവൾ അതെടുത്ത് വെക്കുന്നുണ്ട്. കോവർക്കർ ഫ്രണ്ട്സിന്റെ കൂടെ കുടിച്ചു വരുന്ന സമയത്ത് ഇവളൊരു സൂപ്പർ മാർക്കറ്റില് സാധനങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവളുടെ പുറകെ ആ സ്റ്റോക്കർ നിൽക്കുന്നതായിട്ടും കോവർക്കർ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താടേ നോക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് കൂട്ടിയിട്ട് പോകാൻ നോക്കുന്നുണ്ടെങ്കിലും ആ സ്റ്റോക്കർ ഇവൻ കടയിൽ നിന്നും കണ്ടിട്ടുണ്ടല്ലോ, അത് ഓർത്തിട്ട് അങ്ങനെ നിൽക്കുവാണ്. പിന്നെ ഫ്രണ്ട്സാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് അതിന് അവളുടെ സാധനങ്ങള് ഡ്രസ്സ് ഒക്കെ എടുത്ത് നിലത്തിടുന്നുണ്ട്. ആരെങ്കിലും വന്ന് സെർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ നശിപ്പിച്ചിട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവോ അതേ കണക്ക്. എന്നിട്ട് അച്ഛനൊരു മെസ്സേജ് വായിക്കുന്നു, നാളെ 8 മണിക്ക് വന്നാൽ മതി, പൈസ തരാമെന്ന്. ഈ മാഗസീനിലൊക്കെ മാസഫലം എഴുതിയിട്ടുണ്ടായിരിക്കുമല്ലോ, അതിൽ അങ്ങേരുടെ സൈൻ എടുത്ത് നോക്കുമ്പം അതിലുള്ളത് കുറച്ച് കൂടുതൽ കെയർഫുൾ ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. അത് ചിരിച്ചു തള്ളുവാണ് ചെയ്യുന്നത്, പക്ഷെ വളരെ സീരിയസ് ആയിട്ട് എടുക്കണമായിരുന്നു. ആജൻ കഫേയിലേക്ക് വരുമ്പം ഓൾറെഡി CEO ലേഡി അവിടെ വന്നിരിക്കുന്നുണ്ട്. അവളുടെ അടുത്ത് വീണ്ടും ആക്ട്രസ് ആവുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്രാവശ്യം അവള് തനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, പക്ഷെ ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ട് എന്ന് പറയുന്നു. കുറച്ച് ഫാമിലി ഇഷ്യൂസ്, അത് ഞാൻ തീർത്തു തരാന്നുള്ള രീതിക്ക് CEO ലേഡി പറയുമ്പം അതൊന്നും വേണ്ട, ഞാൻ സ്വന്തമായിട്ട് ചെയ്താലേ ശരിയാവത്തുള്ളൂ എന്ന് ഹീറോയിൻ. ശരി, തീരുമാനിക്കുകയാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ വേണം നീ കോൺട്രാക്ട് സൈൻ ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് ആ ലേഡി അവിടുന്ന് പോകുന്നത്. അവർ പോയി കഴിഞ്ഞതും ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം. അവള് പോപ്പുലർ ആയിട്ട് ഒരു സ്റ്റാർ ആവുക, ഒരുപാട് പൈസ ഉണ്ടാക്കുക, സെറ്റ് ലൈഫ് ആയിരിക്കുമല്ലോ. എനിക്കിപ്പോൾ ഉള്ളതുപോലെയൊക്കെ തന്നെ മതി, അതാണ് സന്തോഷം എന്നാണ് ആജൻ പറയുന്നത്. യൂൻസിനാണ് ഭാഗ്യം, അവന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ സ്റ്റാർ ആവാൻ പോകുന്നത് എന്ന് കോവർക്കർ പറയുന്ന കേട്ടിട്ട് ഗേൾ ഫ്രണ്ടോ, ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ബന്ധമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇവർ രണ്ടും ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. യൂൻസിൻ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ലവർ ആണെന്ന് തെറ്റിദ്ധരിച്ചു. അത് കഴിഞ്ഞ് അവൾ അകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ബോസ് തന്നെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. ഇന്നലെ എല്ലാം ഓക്കെ ആയിരുന്നു എന്ന്. എനിക്ക് നല്ല പേടിയായിരുന്നു, അതുകൊണ്ട് ഫ്രണ്ടിന്റെ വീട്ടിലാണ് താമസിച്ചത്.
പക്ഷെ രാവിലെ വന്ന് നോക്കുമ്പം വീട് മൊത്തം ആരോ എന്തോ ചെയ്ത കണക്ക് ഫുള്ള് ചതുറി കിടക്കുമായിരുന്നു എന്ന് പറയുന്ന കേട്ടിട്ട് ബോസിന് ഭയങ്കര ടെൻഷൻ. യൂൻചനല്ലേ അവക്ക് എപ്പോഴും സപ്പോർട്ടായിട്ടുള്ളത്, അവന്റെ അടുത്തെങ്കിലും പറഞ്ഞോന്ന് ചോദിക്കുന്നേന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ അവൻ വെറുതെ ടെൻഷൻ ആവും. നാളെ പറയാന്ന് വെച്ചിരിക്കുക. നാളെ പറയാനോ? അപ്പൊ ഇന്നത്തേക്ക് എന്താ ചെയ്യാ? അവിടെ തന്നെ നിക്കണ്ട വരും, വേറെന്താ. ഇത് കേൾക്കുന്ന ബോസിനാണ് ടെൻഷൻ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? ആ സ്ഥലത്ത് എങ്ങനെയാ നീ നിൽക്കുക? അത് ശരിക്കും ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഒരു കാര്യം ചെയ്യ്, നീ എൻ്റെ വീട്ടിൽ വന്ന് നിന്നു. പേടിക്കണ്ട, വേറെ ഉദ്ദേശമൊന്നുമില്ല. നീ അവിടെ നിന്നോ, ഞാൻ എൻ്റെ വീട്ടിൽ പോയി താമസിച്ചോളാം. അയ്യോ അതൊന്നും വേണ്ട, നിങ്ങൾക്ക് ഏജൻസിയിലെ ആളുമായിട്ട് ഇന്ന് മീറ്റിംഗ് ഉള്ളതല്ലേ, അപ്പം അത് ബുദ്ധിമുട്ടായിരിക്കുന്നു ഹീറോയിൻ. ഓ അതൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പൊക്കോളാം. പക്ഷെ ഇത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, നീ മര്യാദക്ക് എൻ്റെ വീട്ടിൽ വന്ന് നിന്നോടെന്ന് പാവം അത് പറയുന്നുണ്ട്. അവളുടെ അടുത്ത് സംസാരിച്ചു വരുമ്പം കോവർക്കർ മഴയത്ത് നനഞ്ഞ അകത്തേക്ക് കയറി വരുന്നതാണ് കാണുന്നത്. എന്നിട്ട് പിന്നെയും പുറത്തേക്ക് ആ സ്റ്റോക്കർ ഉണ്ടോന്നാണ് നോക്കുന്നത്. അത് കഴിഞ്ഞ് ബോസിന്റെ അടുത്ത് വന്ന് ഇന്നലെ ആ സ്റ്റോക്കറെ കണ്ടില്ലായിരുന്നോ, ആ കാര്യം പറഞ്ഞിട്ട് ആളുടെ കൂടെ ആരാ ഉണ്ടായിരുന്നത് എന്ന് പറയാൻ വേണ്ടി വരുന്നുണ്ട്. ഇതൊക്കെ ഹീറോയിൻ അവിടെ അകത്ത് നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവള് പെട്ടെന്ന് ഇത് കേട്ടതും അവളുടെ കൈ തന്നെ മുറിക്കുവാണ്. അങ്ങനെ ഡൈവേർട്ടായി പോകുന്നതും കൊണ്ട് കോവർക്കർക്ക് കാര്യം പറയാൻ പറ്റുന്നില്ല. ഇവരവിടെ പോയി നോക്കുമ്പം ഇവളുടെ കൈ ഭയങ്കരമായിട്ട് മുറിഞ്ഞിട്ടൊക്കെയുണ്ട്. ബോസ് ആ മരുന്നെടുക്കാൻ പോകുമ്പം ഇവള് കോവർക്കറിന്റെ അടുത്ത് നിങ്ങൾക്ക് മെമ്മോറിയലിൽ പോണെന്നല്ലേ പറഞ്ഞത്, പെട്ടെന്ന് ബുക്കൂടേന്ന് ഒരുമാതിരി ചോദിക്കുന്നുണ്ട്. ആ ശരിയാണ്, ഞാൻ പോവാണെന്ന് പറഞ്ഞ് പുള്ളി അവിടുന്ന് പോകുന്നുണ്ട്. രാത്രിയാകുമ്പോ ബോസ് അവളെ ഒരു ടാക്സിയിലാക്കി തന്റെ അഡ്രസ്സും പറഞ്ഞു കൊടുത്ത് അങ്ങോട്ടേക്ക് പോന്ന് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് പാവം ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പെങ്കൊച്ച് എത്രത്തോളം കഷ്ടപ്പെടണമെന്നുള്ള ഒരു വിഷമത്തിലാണ് പുള്ളി അവിടെ നിൽക്കുന്നത്. പക്ഷേ കാറിൽ കയറിയതും ഹീറോയിൻ ഡ്രൈവറുടെ അടുത്ത് ആ സ്ഥലത്ത് പോണ്ട, എൻ്റെ വീട്ടിൽ പോയാൽ മതി എന്നും പറഞ്ഞ് ബോസിന് എനിക്ക് ID കാർഡും കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുക്കാനുണ്ട്, അതുകൊണ്ട് അവിടെ പോയിട്ട് ഞാൻ ബോസിന്റെ വീട്ടിലേക്ക് പൊക്കോളാന്നും പറഞ്ഞൊരു മെസ്സേജ് വയ്ക്കുന്നുണ്ട്. അതെങ്ങനെയാ ശരിയാവുക? ഇതെൻ്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നു, ഞാൻ വരത്തില്ലേ? ശരി ഓക്കെ, നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുമ്പം അതൊന്നും വേണ്ട, ഞാൻ നോക്കിക്കോളാം, ജസ്റ്റ് അതെടുത്തിട്ട് പോകാനല്ലേ ഉള്ളൂ, സീനില്ല എന്ന് പറഞ്ഞ് തിരിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്നാലും ഒരു സമാധാനം കിട്ടുന്നില്ല. ഇവരിവിടുന്ന് പുറപ്പെടുന്നതിന് മുന്നേ തന്നെ അച്ഛൻ ഓൾറെഡി അവളുടെ വീട്ടിലാണുള്ളത്. അച്ഛൻ വീട്ടിലേക്ക് ചെല്ലുമ്പം അച്ഛനോട് ബുക്ക് വായിച്ചിരിക്കുകയാണ്. കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്ത് അച്ഛന് ദേഷ്യം വന്നെന്ന് മനസ്സിലാക്കുമ്പം എന്നുള്ളതിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും അച്ഛന് ദേഷ്യം വന്നു. പക്ഷെ ഞാൻ അച്ഛന് വേണ്ടിയിട്ട് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ സ്റ്റോക്കറിനുള്ളതിനെ കൂട്ട് എന്നെ ഒരു തൊപ്പി എടുത്ത് കൊടുത്ത് അച്ഛൻ ആദ്യമായിട്ടാണ് ഞാൻ ഗിഫ്റ്റ് മേടിച്ചിരുന്നത്. ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവരെയും പോലെ നോർമലായിട്ട് സ്നേഹമുള്ള അച്ഛനെയും മോളെയും പോലെ ജീവിക്കണമെന്ന്. ഇത് ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊണ്ട് അച്ഛന് വേണ്ടി മേടിച്ചതാണ്. ഇതൊരു പ്രാവശ്യം ഒന്ന് ഇട്ട് നോക്കുവോ? ഇതെന്താണ് നീ പതിവില്ലാതെ അച്ഛാന്നൊക്കെ വിളിക്കുന്നത്? എന്തോ കാര്യമുണ്ടല്ലോ, എന്താ നിന്റെ പ്ലാൻ എന്ന് അച്ഛൻ. ഞാൻ സ്നേഹം കൊണ്ടാണ് ഇത് മേടിച്ചത്, ആദ്യമായിട്ടല്ലേ ഞാനിത് ഇങ്ങനെ മേടിച്ചിരുന്നത്, ഒരു പ്രാവശ്യം ഒന്ന് ഇട്ടുകൂടെ? ഇതിട്ടിട്ടുണ്ടെങ്കിൽ ആ പൈസ ഞാൻ ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഫുള്ളായിട്ട് എടുത്തു തരാം എന്നൊക്കെ ഒരുമാതിരി അച്ഛൻ്റെ സ്നേഹം കൊതിക്കുന്ന ഒരു മോളെ കണക്ക് പറയുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് അങ്ങേറെ ഇമോഷണൽ ആയിട്ടുണ്ട്. അപ്പൊ അഭിനയത്തിന്റെ റേഞ്ച് എന്തായിരിക്കും? അത് അവളെ തന്നെ അച്ഛന് ഇട്ട് കൊടുത്ത് പൈസ എടുത്തു കൊടുക്കുന്നുണ്ട്. അതും ഒരു ചെറിയ ബാഗിൽ ഫുൾ ആയിട്ടുണ്ട്. അച്ഛനും ഹാപ്പി ആയിട്ട് എടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് ഫുള്ള് പേപ്പേഴ്സ് ആണെന്ന്. അത് തന്റെ കയ്യിലേക്ക് എടുത്ത് ഭ്രാന്തനെ പോലെ ചിരിക്കുന്ന അച്ഛൻ, അതിന്റെ അപ്പുറത്ത് പോയിട്ട് സൈക്കോനെ പോലെ ചിരിക്കുന്ന മോള് അച്ഛന്റെ മുഖത്തെ പിടിച്ച് ഞാൻ നിങ്ങൾക്ക് ആ പൈസ തരുന്നാണ് വിചാരിച്ചത്, ആ പൈസ എടുത്ത് നിങ്ങൾ ഓടിപ്പോയുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് ഞാൻ തരത്തില്ല. എന്താ ചെയ്യാൻ പോന്നെ, എന്നെ കൊല്ലാൻ പോവാണോ എന്നും പറഞ്ഞ് അങ്ങേരെ പ്രൊവോക്ക് ചെയ്യുമ്പം ശരി നിന്നെ അങ്ങ് കൊന്നേക്കാന്നും പറഞ്ഞ് അവളെ പിടിച്ചടിക്കുന്നു. ആ ഗ്യാപ്പില് കയ്യിലുള്ള ഫോണും കൊണ്ട് അവള് ബോസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആള് തിരക്കില് പോവാൻ നിൽക്കുവാണ്. അപ്പോഴാണ് ഈ കോള് വരുന്നത്. എടുത്തു നോക്കുമ്പം ഇവളെ അച്ഛൻ അടിക്കുന്നതിനെ കൂട്ട് സൗണ്ടാണ് കേൾക്കുന്നത്. ഭയങ്കരമായിട്ടിട്ട് അടിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള സൗണ്ടും കേൾക്കുന്നുണ്ട്. ആളെ സംബന്ധിച്ച് സ്റ്റോക്കറാണല്ലോ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് പേടിച്ച് തിരക്കിട്ട് വണ്ടി എടുത്ത് വരുന്നു. ഇവിടെ യൂൻചനും ഈ സമയത്താണ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത്. ഇറങ്ങിയതും നേരെ വിളിക്കുന്നത് ആജിനെയാണ്. അവള് കോൾ എടുക്കുന്നില്ല. 2-3 പ്രാവശ്യം വിളിച്ചു നോക്കിയിട്ടും കോൾ എടുക്കാത്തതും ആ മഴയത്ത് അങ്ങനെ ഇറങ്ങി ഓടുന്നുണ്ട്. ഇവിടെ ബോസും ആകപ്പാടെ പേടിച്ച് പല പ്രാവശ്യമായിട്ട് അവളെ വിളിക്കുന്നുണ്ട്, പക്ഷെ കോൾ എടുക്കുന്നില്ല. ഭയങ്കരമായിട്ട് അവിടെ അടി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ വിളിച്ചിട്ട് കിട്ടാത്തതും പോലീസിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു റോബറി നടക്കുന്നുണ്ട് എന്ന് പറയുന്നു. അഡ്രസ്സ് ചോദിക്കുമ്പം ബോസിനെ പറയാൻ അറിയത്തില്ല. ഇവിടെ ഭയങ്കരമായിട്ട് അടിച്ച് അവക്ക് അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് അത്രത്തോളം മൃഗീയമായിട്ടിട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ അവളുടെ മൈൻഡിൽ മൊത്തം ഉള്ളത് 10 മിനിറ്റിൽ ആ സ്റ്റോറിയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ബോസിന് സമയമെടുക്കും. അത്രയും നേരം കൂടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം എന്നാണ്. കുറേ നേരം അടിച്ച് മടുത്ത് 2 ഡയലോഗും പൊട്ടിച്ച് അച്ഛൻ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പം ഇവക്ക് അങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ, കാലെ പിടിച്ച് നിർത്തുന്നുണ്ട്.
പൈസ തരാന്നും പറഞ്ഞ് ഒരു റൂമിലേക്ക് കൈ ചൂണ്ടി കാണിക്കുന്നതും അവിടെ പോയി നോക്കുമ്പോ കാണുന്നത് ബാത്റൂമാണ്. നല്ല ദേഷ്യത്തിൽ അടുത്ത സെറ്റ് അടി കൊടുക്കാൻ വരുമ്പോഴേക്കും ഇവളാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ആ പെപ്പർ സ്പ്രേ എടുത്ത് ആളുടെ മുഖത്തടിക്കുന്നു. ആൾക്കവിടെ കുറച്ചു നേരം അനങ്ങാൻ പറ്റാതെ ഇരിക്കുന്നുണ്ട്. ഒരുവിധം സമാളിച്ച് പിന്നെയും വന്നടിക്കുന്നു. ഈ സമയത്താണ് ബോസ് താഴെ എത്തുന്നത്. അച്ഛൻ അവളുടെ കഴുത്തിലെ പിടിച്ച് കാലും കൊണ്ട് ഞെരിക്കുന്നുണ്ട്. കയ്യില് ഷൂസ് വെച്ച് ഞെക്കിയിട്ട് അങ്ങനെയും ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. ഭയങ്കര ബ്രൂട്ടലായിട്ട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൾ ഏകദേശം ടൈം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. ഏകദേശം ബോസ് അവിടെ എത്താറാവുന്നതും ഇവരാണെങ്കിൽ ഒരു ടേബിളിന്റെ അടുത്താണുള്ളത്. അയാളെ പ്രൊവോക്ക് ചെയ്ത് കഴുത്ത് ഞെരിപ്പിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ആക്കെ കഴുത്ത് ഞെരിക്കുകയാണെന്ന് മനസ്സിലാവുള്ളൂ. ഇപ്പുറത്ത് നിൽക്കുന്ന ആക്ക് അത് റേപ്പ് ചെയ്യുന്ന കണക്കാണ്. ബോസ് വരുമ്പോ കാണുന്നത് തനിക്കറിയാവുന്ന ഒരു പെണ്ണിനെ ഒരു സ്റ്റോക്കർ റേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതും ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അയാൾ അവിടെ അവളുടെ അടുത്ത് വന്ന് നിൽക്കുമ്പം ഇവളാണ് അയാളുടെ കഴുത്തിൽ പിടിച്ച് അടുത്തേക്ക് നിർത്തുന്നത് പോലും. കംപ്ലീറ്റ്ലി ബോസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ അയാളെ പിടിച്ച് മാറ്റി ഒരു അടിയും കൊടുത്ത് നോക്കുമ്പം അവൾ ഒരുമാതിരി മൊത്തത്തില് ചോരയിൽ കുളിച്ചാണ് ഇരിക്കുന്നത്. ഇതും കൂടെ ആകുമ്പോൾ ടെൻഷനായിട്ട് നോക്കുമ്പം അച്ഛനാണെങ്കിൽ പിന്നെ അടിക്കാൻ വരുന്നു. ഭയങ്കരമായിട്ട് അടിച്ച് അവിടുത്തെ ബേസ്ബോളിന്റെ ബാറ്റ് കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ അതും വെച്ച് ആളുടെ മണ്ടക്കിട്ടൊരെണ്ണം കൊടുക്കുന്നുണ്ട്. അതും അങ്ങനെ ചെയ്യുന്നത് അച്ഛൻ അവന്റെ മേത്ത് തന്നെ കത്തി വെച്ച് കീറിയത് കൊണ്ടാണ്. അച്ഛൻ കത്തി വെച്ചാണ് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് എന്നുകൊണ്ട് മാത്രം അടിച്ചത് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ അടിക്കുന്നുണ്ട്. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ബോസ് പുറത്തേക്ക് ഇറങ്ങുന്നതും ആജിൻ അയാളെ ഭയങ്കരമായിട്ട് അടിക്കുന്നതും ഇവിടെ പുറത്ത് യുഞ്ച ഇപ്പോഴാണ് വരുന്നത്. അവിടെ മേലേന്ന് ബോസ് താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട്. ആജിൻ തുടങ്ങിയ ആട്ടത്തിൽ ദൈവം അവളുടെ കൂടെയായിരുന്നു എന്ന് യുഞ്ചിന്റെ വോയിസ് ഓവർ കേൾക്കാം. അവിടെ ആജിൻ അടിച്ച് കൊന്നെന്നുള്ള സമാധാനത്തിലിരിക്കവേ പുറത്തേക്ക് വരുന്ന അവള് നടക്കാൻ പോലും പറ്റാതെ മേത്ത് മൊത്തം ബ്ലഡ് ആണ്. ആംബുലൻസിനെ വിളിച്ച് എന്റെ അച്ഛനെ രക്ഷിക്കണം, അച്ഛൻ്റെ അടുത്ത് നിന്ന് ചോര പോയിക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വരണമെന്നും പറഞ്ഞ് അഡ്രസ്സും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ടാണ് പറയുന്നത്. പക്ഷെ കോള് കട്ട് ചെയ്യുമ്പോഴാണ് നമ്മളെയും കാണിക്കുന്നത് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണെന്ന്. ഭയങ്കരമായിട്ടെന്ന് പറഞ്ഞാല് കൊടൂരായിട്ട് പൊട്ടി പൊട്ടി ചിരിക്കുന്നുണ്ട്. അവളുടെ മേത്ത് മൊത്തം ബ്ലഡ്. ഇങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് 5th പാർട്ട് അഥവാ 3rd എപ്പിസോഡ് കഴിയുന്നത്.